ഞങ്ങൾ 3 പേരും അപ്പോൾ റെഡിയായിട്ട് പുറത്തോട്ട് പോകാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഗേറ്റൊക്കെ തുറന്ന് വാൻസനങ്ങളെ പോവാമെന്നും പറഞ്ഞ് വിളിച്ച് രണ്ടുപേരും കയറി വണ്ടിയിൽ. അപ്പോൾ ഞങ്ങൾ പതുക്കെ വണ്ടി പുറത്തോട്ടൊക്കെ എടുത്തു സിനിമക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. രണ്ടുപേരുടെയും ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. രണ്ടുപേരും തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇടപ്പള്ളിയിലാണ് സിനിമ ബുക്ക് ചെയ്തത്, നമ്മുടെ ഒബ്റോൺ മാളിൽ. ഞാൻ കൂടുതലും സിനിമകളൊക്കെ അവിടെ പോയിട്ട് തന്നെയാണ് കാണുന്നത്, ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും. അപ്പോൾ ഇവന്മാരോട് കുറേ നാളായി ഞാൻ സിനിമക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ ലീവിൻ്റെയൊക്കെ നോക്കി, എനിക്ക് ലീവുള്ളപ്പോൾ ഇവന്മാരുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇവന്മാരുടെ ലീവും കൂടെ നോക്കിയിട്ടാണ്. അപ്പോൾ ഓണ വെക്കേഷൻ ഇവന്മാരുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ലീവായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാലത്തെ പോയിട്ട് വരാം, അങ്ങനെ ഞാൻ ബുക്ക് ചെയ്തിട്ട് ഇവിടെ ഒബ്റോണിലാണ് വന്നത്. അപ്പോൾ മര്യാദക്ക് കാണാമല്ലോ. അപ്പോൾ സിനിമ തുടങ്ങിയെന്നും പറഞ്ഞ് ഓടിയതായിരുന്നു. പക്ഷേ സ്റ്റാർട്ടായിട്ടുണ്ടായാലും ഒരു 10 മിനിറ്റ് പരസ്യം ഉണ്ടാവുമല്ലോ അവിടെ. രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് സിനിമ കാണാനുള്ള. അപ്പോൾ ഞങ്ങൾ ലോകയ്ക്കാണ് പോയത്. കല്യാണി പ്രിയദർശൻ്റെയും നെസ്ലിൻ്റെയും മൂവിയായിരുന്നു. നല്ലൊരു അടിപൊളി പടമാണ്. അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടുപേർക്കും. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി പുറത്ത് മാളിലൊക്കെ നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കണം ഓണമൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ തന്നെയുള്ളൊരു ജ്യൂസ് കടയിൽ കയറി. ഞങ്ങൾ രണ്ടും ഷാർജയും വാട്ടർ ലെമനുമാണ് കുടിച്ചത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലോട്ട് വന്ന് ഓണസദ്യ കഴിക്കാനുള്ള ഇതിലായിരുന്നു. എല്ലാം അമ്മ റെഡിയാക്കിയിട്ട് ഞങ്ങൾ വിളിയായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ 2 മണിയായി. അപ്പനും അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ വെയിറ്റിങ്ങിലായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഓണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ കൂടി കഴിക്കും, ഫുഡ് എല്ലാം കഴിക്കുമ്പോഴാണുള്ളൊരു അതിൻ്റേതായ ഒരു ഇത് വരുള്ളൂ ഓണത്തിന്. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞു. ചേച്ചിയൊന്നും എത്തിയിട്ടുണ്ടായില്ല, അവർ വൈകിട്ടൊക്കെ ഇപ്പോൾ വന്നു. അപ്പോൾ ചേച്ചിയൊക്കെ വന്നപ്പോൾ തന്നെ അനിയത്തിയും കൊച്ചമ്മയും അവിടെ വന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. ചേച്ചിയൊക്കെ വന്നു കഴിയുമ്പോൾ പൊതുവേ അങ്ങനെയാണ്. അപ്പോൾ ഒരുത്തൻ ഫുഡിൻ്റെ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് ഫോണിൽ കളി തുടങ്ങി. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ ആൾ ഫോണിലാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കണേ. അപ്പോൾ അളിയനും എന്തോ നോക്കിക്കൊണ്ടിരിക്കണേ ഫോണിൽ. അപ്പോൾ കൊച്ചാമ്മ വന്നിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചാമ്മ വീഡിയോ എടുക്കുമ്പോൾ വേണ്ടെന്നൊക്കെ പറയണ കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും നോക്കിയില്ല. അപ്പോൾ അളിയനും എന്നെ എന്താ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്നാണ് നോക്കിയത്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അവൻ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നു. ഞങ്ങളെ മസാജ് ചെയ്ത് തരാമെന്നും പറഞ്ഞു. അവന് കാര്യം കാണാൻ അല്ലെങ്കിലും ഉള്ളതാണ് മസാജിങ് ഒരു പേര്. ഇപ്പം അങ്ങനെ അവന് ക്ലാസ് ഇപ്പോൾ അവന് തിങ്കളാഴ്ച തുറക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്, പോകാനുള്ളൊരു മടി. വീട്ടിൽ വന്നിട്ട് എപ്പോൾ പോയാലും ആൾക്ക് മടിയാണ് ഇവിടെ നിന്ന് പോകാനുള്ളതിൽ. അപ്പോൾ അയ്യോ നാളെ ലീവ് എടുക്കാമെന്നൊക്കെ പറയണേ.